നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് രാജമാർഗ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ചേരാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉപനിഷത്തിൽ ഛാന്തോക്യ ഉപനിഷത്താണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ മൂന്നാമത്തെ ചാപ്റ്ററിലെ മൂന്നാമത്തെ ഖണ്ഡം, ഒന്നാമത്തെ ശ്ലോകം. അഥ യേസ്യ പ്രത്യഞ്ചോ രശ്മയസ്ത ഏവാസ്യ പ്രതീച്യോ മധുനങ്ക്യ സാമാന്യേവ മധുകൃത സാമവേദ ഏവ പുഷ്പം താ അമൃത ആപ. പടിഞ്ഞാറൻ രശ്മികൾ പടിഞ്ഞാറുള്ള തേൻ കൂടുകളാണ്. തേനീച്ചകൾ സാമമന്ത്രങ്ങളാണ്. പുഷ്പം സാമവേദമാണ്. തുള്ളികൾ അമൃത ജലമാണ്. അവ ഇപ്രകാരം ഉദ്ഭവിച്ചു. രണ്ടാമത്തെ ശ്ലോകം. താനി വാ ഏതാനി സാമാന്യേത സാമവേദമഭ്യതപം തസ്തപം സസ്യാഭിതപ്തസ്യ യശസ്തേജ ഇന്ദ്രിയം വീര്യമന്നാദ്യം രസോ ജായത്തെ. ആ സാമമന്ത്രങ്ങൾ സാമവേദത്തിന്മേൽ ധ്യാനിച്ചു. അങ്ങനെ ധ്യാനിച്ചപ്പോൾ അതിൽ നിന്നും പ്രഭ, വെളിച്ചം, ശക്തി, ഉത്സാഹം, അന്നം എന്നിവ ഉണ്ടായി. മൂന്നാമത്തെ ശ്ലോകം. തദ്വ്യക്ഷര തദാദിത്യം അഭിതോശ്രയത് തദ്വാ ഏതദ്യേതദാദിത്യസ്യ പരം കൃഷ്ണം രൂപം. അത് പ്രവഹിച്ചു, സൂര്യനിലേക്ക് തിരിച്ചു. അതുകൊണ്ടാണ് സൂര്യന് ഇരുണ്ട രൂപം ഉള്ളത്. അപ്പൊ ഇതിന് മുമ്പത്തെ ശ്ലോകത്തില് ക്രിയേഷനിലേക്ക് തിരിയുമ്പോൾ പൂർണ്ണമായിട്ടുള്ള ആ സെന്റേർഡ് അവസ്ഥയിൽ തിരിയുമ്പോൾ ഉണ്ടാവുള്ള ആ അനുഭവമാണ് ഷെയർ ചെയ്തത്. ഞാൻ എന്നുള്ള ഭാവം ഫീൽഡിലേക്ക് തിരിയുമ്പോൾ ഏറ്റവും തുടക്കത്തിൽ പ്രാർത്ഥനാഭാവമാണ്.
ക്രമേണ ഈ വൈബ്രേഷൻസ്, ഫീൽഡിൽ സൃഷ്ടിച്ചിട്ടുള്ള വൈബ്രേഷൻസ് യഥാർത്ഥത്തിൽ ആ സെന്റർ തന്നെയാണ് വൈബ്രേഷൻ, സെന്റർ തന്നെയാണ് ഫീൽഡ്, രണ്ടും വ്യത്യസ്തമല്ല. പക്ഷെ വൈബ്രേഷൻസിലേക്ക് തിരിഞ്ഞ് അതിന് പ്രാധാന്യം നൽകുമ്പോൾ അത് ഐഡിയ എന്നുള്ള രൂപത്തിൽ പ്രകടമാവും. അതിനുശേഷം അത് ചിന്തകളായിട്ട് മാറും. ആ ചിന്തകൾക്ക് കൂടുതൽ രൂപം വരുന്നത്, അതിന് ശ്രദ്ധ തിരിയും, അറ്റൻറ്റീവ് ആവും. നമ്മുടെ അറ്റൻഷനാണ് ഇതിന് കാരണമാവുന്നത്. അപ്പൊ രൂപങ്ങൾ ഉണ്ടാവുന്നു, അങ്ങനെ ക്രിയേഷൻ ഉണ്ടാവും. തോട്ട് ആൻഡ് തോട്ട് ഓഫ് എന്ന് ബാബുജി മഹാരാജ് പറയും, ചിന്തിക്കുന്നതും ചിന്തയും. അപ്പൊ തോട്ട് രൂപം വരുമ്പോൾ അത് ക്രമേണ എനർജിയായി, പിന്നെ മാറ്ററായി, പഞ്ചഭൂതങ്ങളായി. പുരുഷൻ പ്രകൃതിയിലേക്ക് തിരിഞ്ഞു. അപ്പൊ ഈ ജീവിതത്തില് ആനന്ദം അനുഭവിക്കുന്നത്, സന്തോഷം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആനന്ദത്തെ നിർവചിക്കുന്നത്. അതുമാതിരി സമാധാനം നമുക്ക് അനുഭവിക്കേണ്ട ആവശ്യമുണ്ട്, സന്തോഷം അനുഭവിക്കേണ്ട ആവശ്യമുണ്ട്. ജീവിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത് അതർനെസ് കൊണ്ടാണ്. നമ്മൾ എക്സിസ്റ്റൻസ് നിന്ന് ലൈഫിലേക്ക് വീണു, നമുക്ക് രൂപങ്ങൾ വന്നു. അതിന്റെ കാരണം ഞാൻ ഇതിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ വിഭൂതി യോഗത്തിൽ പറയുന്നത് ഈ കാണുന്നതെല്ലാം ഞാൻ തന്നെയാണ്, ഞാനല്ലാത്തതൊന്നും ഇവിടെ ഇല്ല. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമ്മൾ ആ തരത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ഇതിലൊന്നും പതിയേണ്ട ആവശ്യമില്ല. ഈ കാണുന്നതെല്ലാം ഞാൻ തന്നെ, ഒബ്സർവറും ഒബ്സർവറും എല്ലാം ഒന്ന് തന്നെ, സെപ്പറേഷൻ ഇല്ല, അതർനെസ് ഇല്ല. അതർനെസ് ആണ് നമ്മുടെ ഉള്ളിൽ മിസറി ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ സെപ്പറേഷൻ, തിരിച്ചു പോകാനുള്ള ഭയം, അതുകൊണ്ടാണ് ആദ്യത്തെ സെപ്പറേഷൻ ഉണ്ടായത്. അത് നമ്മുടെ ഉള്ളിൽ മിസറി ഉണ്ടാക്കും. ഈ മിസറി മാറ്റാൻ നമുക്ക് ഈ നമ്മുടെ ക്രിയേഷനെ തന്നെ അതായിട്ട് ഒരുമിക്കണം എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ, നമുക്ക് പൂർണ്ണതയുടെ ബോധം. ആ പൂർണ്ണത വന്നാലേ സന്തോഷം ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിനെ പൂർണ്ണത ഉണ്ടാവണം അറിയില്ല. ശരിക്കും തിരിഞ്ഞു നിന്നാൽ പൂർണ്ണത തന്നെയാണ്, വ്യത്യാസമില്ല. മുടിയനായ പുത്രൻ എന്നുള്ള കഥയിൽ ജീസസ് ക്രൈസ്റ്റ് പറയുന്നുണ്ട്, മകൻ അച്ഛനിൽ നിന്ന് ഇറങ്ങിപ്പോയി, എന്നിട്ട് പല രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ അച്ഛൻ ചോദിക്കായിരിക്കും, ഇങ്ങനെയായിരിക്കും, ഇതെല്ലാം നിന്റെ തന്നെയല്ലേ, നീ എന്തിനാണ് അതിന്റെ ഒരു ഭാഗം മാത്രം പോയത്, ഒക്കെ നിന്റെ തന്നെയല്ലേ. അപ്പോൾ നമ്മള് പൂർണ്ണതയാണെന്ന് തിരിച്ചറിയാതെ നമ്മൾ ഏതോ ഒരു ഭാഗമാണ്, ഫൈനായിട്ടാണെന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് നമ്മുടെ മിസറി. അപ്പൊ ഈ മിസറി നമ്മുടെ സ്വഭാവമായി മാറിക്കാൻ, ഈ ഭയം നമ്മുടെ സ്വഭാവമായി മാറിക്കാൻ. അതുകൊണ്ട് നമ്മൾ ആ ഭയവും മിസറിയും ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എല്ലാവരിലേക്കും ഈ ഭയവും മിസറിയും, നമ്മളിപ്പോ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഭയമാണ് നമുക്ക് ഉണ്ടാവുന്നത്, നമ്മൾ ഭയമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഭയം അനുഭവിക്കുന്നു, മിസറി അനുഭവിക്കുന്നു. എങ്ങനെയാണ് മിസറി അനുഭവിക്കുന്നതിന് വേറെ ആൾക്ക് സമാധാനം നൽകാൻ സാധിക്കുക? ഇപ്പൊ ലോകത്തിൽ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ തന്നെ സമാധാനം ഇല്ലാത്തവരാണ്. കാരണം എന്താണ്? അവർ തന്നെ മിസറി അനുഭവിക്കും. അപ്പൊ നമ്മൾ ആദ്യം സ്വയം സമാധാനം മിസറിയും അനുഭവിച്ച് മിസറി ഇല്ലാണ്ടാണ്. അതിന് ഞാൻ അത് തന്നെയാണെന്ന് തിരിച്ചറിയണം. തത്വമസി, അത് തന്നെയാണ് ഞാൻ, ഐ ആം ദാറ്റ് എന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മിസറി പോയി. അങ്ങനെയുള്ള ആൾക്ക് ഈ ലോകത്തിൽ കൗൺസിലിംഗ് നടത്താൻ സാധിക്കും, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ക്രിയേഷനിലേക്ക് തിരിയുമ്പോൾ നമ്മൾ സ്രോതസ്സിനെ വിസ്മരിക്കുന്നു. നമ്മൾ സൂര്യനിൽ നിന്നും മുഖം തിരിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ നിഴല് കാണുന്ന പോലെ നമ്മുടെ തന്നെ നിഴല് കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ ഈ പ്രപഞ്ചം മുഴുവൻ കാണുന്ന നമ്മുടെ നിഴലാണ്. നമ്മൾ സ്വത്തിൽ അറ്റാച്ച്ഡ് ആകുമ്പോൾ സ്വത്ത് ശരിക്കും നമ്മുടെ നിഴലാണ്. പദവിയിൽ പദവി നമ്മുടെ നിഴലാണ്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും ആവണം എന്ന് തോന്നുമ്പോൾ അത് നമ്മുടെ തന്നെ നിഴലായിട്ട് നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ സൂര്യനെ കാണുന്നില്ല. അതുകൊണ്ടാണ് സൂര്യൻ ഇരുണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്, യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഹ്. നമ്മൾ ഇവിടെ വെളിച്ചം ആണെന്ന് കരുതുന്നത് ശരിക്കും റിയലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അത് അന്ധകാരമാണ്. അതാണ് അന്ധകാരം. നമ്മൾ കാണുന്ന സൂര്യൻ ശരിക്കുള്ള സൂര്യന്റെ റിഫ്ലക്ഷൻ മാത്രമാണ്, പ്രതിബിംബം മാത്രമാണ്. ശരിക്കുള്ള പ്രഭ ഇതല്ല. നമ്മൾ കാണുന്ന ലൈറ്റ് ഇസ് എ ഷാഡോ ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. ശരിക്കുള്ള വെളിച്ചം നമുക്ക് ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ സാധിക്കില്ല, മനസ്സുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതാണ് അർജുനൻ ഭഗവത്ഗീതയിൽ ഭയപ്പെടുന്നത്, അത് കണ്ടതോടുകൂടി ഭയപ്പെടുന്നു. കാരണം അത് കാണാൻ പറ്റും, ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ പറ്റും. ഉൾക്കണ്ണുകൾക്ക് തന്നെ നമുക്ക് ദർശിക്കുമ്പോൾ തന്നെ അല്ലാതെ ഒരു എക്സ്റ്റസി ഉണ്ടാവും.
അപ്പോൾ നമ്മൾ ഗ്രാജ്വലി നമ്മൾ തയ്യാറായി യാത്ര ചെയ്യണം എന്ന് പറയുന്നത് അതുകൊണ്ട് അപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ ഈ സ്പിരിച്വൽ പ്രോസസ്സ് കടന്നു പോകണം എന്ന് പറയുന്നു. സഹജമാർഗത്തിൽ ആദ്യം തന്നെ ദർശനം തരുന്നു ഹാർട്ട്ഫുൾനെസ്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കണമെന്ന് നമ്മൾ പ്യൂരിഫൈഡ് ആയിട്ട് എക്സിസ്റ്റൻസ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ഭാഗമാണ്. അപ്പൊ ഇവിടെ ട്രൂത്ത്ഫുൾ ആയിട്ട്, ഓണസ്റ്റ് ആയിട്ട്, കമ്പാഷനേറ്റ് ആയിട്ട്, നിസ്വാർത്ഥനായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ ശരിക്കും ആ ഡിവൈൻ ആയിട്ടുള്ള ആ ദർശനം ലഭിക്കുള്ളൂ. അതിൽ നിലനിൽക്കാൻ സാധിക്കും. ഇവിടെ തന്നെ നമ്മൾ വളരെയധികം തെറ്റുകൾ ചെയ്യുന്ന, നെഗറ്റിവിറ്റി കാണിക്കുന്ന, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, ഹേർട്ട് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് ദിവ്യ ദർശനം ഉണ്ടാവും? അവർ കാണുന്ന ദിവ്യ ദർശനം അവരുടെ തന്നെ സങ്കല്പങ്ങളാണ്. അത് ശരിക്കും സറ്റാനാണ് എന്ന് ലാലാജി മഹാരാജ് പറയും. നമ്മൾ പുറത്ത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നത് ശരിക്കും നമ്മുടെ തന്നെ ക്രിയേഷനാണ്, സെറ്റാനാണ്. നമ്മൾ പുറത്ത് ത്രിമൂർത്തികളെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മാസ്റ്റർ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ, എന്ത് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ നശിപ്പിക്കും എന്നാണ് പറയുന്നത്. അത് നമ്മുടെ സങ്കല്പങ്ങളാണ്. അപ്പൊ അതിനെ നമ്മൾ പിന്തുടരാതെ പ്രാർത്ഥനാഭാവത്തിലേക്ക് എത്തില്ല. അപ്പൊ നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ ധൈര്യമായിട്ട് ചെയ്യുക, ഭയമില്ലാതെ ചെയ്യുക. നമ്മൾ സമയം നോക്കി അല്ലെങ്കിൽ ഗ്രഹം ഗണിച്ചുകൊണ്ട് സമയം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുക, ട്രൂത്ത്ഫുൾ ആയിട്ട് നിലനിൽക്കാൻ. നാളെ ട്രൂത്ത്ഫുൾ ആവുമെന്ന് പറയേണ്ട കാര്യം, ഇന്ന് ഇപ്പോൾ സിൻസിയറാണ്, ഇന്ന് ഇപ്പോൾ നല്ല പ്രവൃത്തി ചെയ്യുക. ഇനി മുതൽക്ക് നല്ല പ്രവൃത്തികൾ ഈ നിമിഷം തൊട്ടിട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ പ്യൂരിറ്റിക്ക് അർഹനായി മാറുന്നു. അപ്പൊ ഇതൊരു എന്താ പറയാ, പോസ്റ്റ്പോൺ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് പൂജയ്ക്കൊരു സമയം വെക്കുക, ക്ഷേത്ര ദർശനത്തിന് സമയം വെക്കുക, ഇതൊക്കെ തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. നമുക്ക് ആ കണക്ഷൻ വരാൻ, കണക്ഷൻ വരാൻ. പക്ഷെ നമ്മൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ എല്ലാ നിമിഷവും ആ കണക്ഷനിലിരിക്കും, സ്മരണയിലിരിക്കും. അങ്ങനെയാകുമ്പോൾ നമ്മൾ കാണുന്ന സൂര്യൻ അന്ധകാരത്തിലുള്ളതായിരിക്കില്ല, ശരിയായിട്ടുള്ള പ്രഭയായിരിക്കും. കാരണം എല്ലായിടത്തും ദർശിക്കുന്നത് ആ പ്യൂരിറ്റി തന്നെയായിരിക്കും. നമുക്കൊരിക്കലും ഡിഫറൻസസ് അവിടെ കാണാൻ സാധിക്കില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി.